നമ്മൾ 18/2015 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് ARQ when a NAK is received all frames sent since last frame acknowledged are retransmitted. ഇതിൽ ഏത് അഡ്രസ് റിക്വസ്റ്റ് പ്രോട്ടോകോൾ മെത്തേഡിലാണ് NAK റിസീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് അക്നോളജ്മെന്റ് കിട്ടിയതിന് ശേഷമുള്ള എല്ലാ ഫ്രെയിംസിനെയും റീട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻസ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ്, ഗോ ബാക്ക് ആൻഡ് സെലക്റ്റീവ് റിജക്റ്റ്, ബോത്ത് A ആൻഡ് B. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ISO OSI ലെയറിൽ ഡേറ്റ ലിങ്ക് ലെയറിൻ്റെ ഫങ്ഷണാലിറ്റീസിൽ മെയിനായിട്ടുള്ള രണ്ടെണ്ണമാണ് എറർ കൺട്രോളും ഫ്ലോ കൺട്രോളും. അതിൽ എറർ കൺട്രോളിൽ വരുന്നതാണ് ARQ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിൽ നമ്മൾ എന്താണ് ഈ ഫ്ലോ കൺട്രോൾ, എന്താണ് എറർ കൺട്രോൾ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് നമ്മളിത് പറഞ്ഞു, ഡേറ്റ ലിങ്ക് ലെയറിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫംഗ്ഷനാലിറ്റിയാണ് ഫ്ലോ കൺട്രോളും എറർ കൺട്രോളും. ഫ്ലോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് യൂസ് ടു റെസ്ട്രിക്ട് ദ എമൗണ്ട് ഓഫ് ഡേറ്റ ദാറ്റ് സെൻഡർ ക്യാൻ സെൻഡ് ബിഫോർ വെയിറ്റിംഗ് ഫോർ അക്നോളജ്മെന്റ്. സെൻറ്ററിന് സെൻഡ് ചെയ്യാൻ കഴിയുന്ന എമൗണ്ട് ഓഫ് ഡേറ്റനെ റെസ്ട്രിക്ട് ചെയ്യുന്ന സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഫ്ലോ കൺട്രോൾ. എറർ കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഓട്ടോമാറ്റിക് റിപ്പീറ്റ് റിക്വസ്റ്റ്, അതാണ് ARQ, വിച്ച് ഇസ് എ റീട്രാൻസ്മിഷൻ ഓഫ് ഡേറ്റാനെ സെൻഡ് ചെയ്ത് കഴിഞ്ഞ് എന്തെങ്കിലും ഡേറ്റ ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ റീട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെ അങ്ങനത്തെ ഉള്ളതിനെ പറയുന്ന പേരാണ് എറർ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, എറർ വരാതെ നോക്കുന്നത്. ഓക്കെ, ഡെലിവറി ഓഫ് ഡേറ്റ ഫ്രം വൺ നോട്ട് ടു അനദർ. ഓക്കെ, error control ensures reliable delivery of messages by providing the sender with some positive or negative feedback or acknowledgement about what is happening at the other end of the line. ഓക്കെ, നമ്മൾ അക്നോളജ്മെന്റ് അയക്കുമല്ലോ. അപ്പോൾ നമുക്കറിയാമല്ലോ, സെൻഡർ ഡേറ്റ സെൻഡ് ചെയ്യുന്ന ആൾ, റിസീവർ ഡേറ്റ റിസീവ് ചെയ്യുന്ന ആൾ. അപ്പം ഇപ്പോൾ സപ്പോസ് ഒരു സെൻഡർ ഒരു ഡേറ്റാനെ സെൻഡ് ചെയ്തു, അത് റിസീവർ സൈഡിൽ എത്തി എന്ന് സെൻഡറിന് മനസ്സിലാവണ്ടേ. അപ്പോൾ അയാൾ തിരിച്ച് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഫീഡ്ബാക്ക് അയക്കാം. ഇപ്പം പോസിറ്റീവായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഡേറ്റ കിട്ടി, അല്ല കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഡേറ്റ കിട്ടിയിട്ടില്ല, അത് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ, അല്ലെങ്കിൽ അക്നോളജ്മെന്റ് എന്നൊക്കെ നമ്മൾ വിളിക്കും. അപ്പം ഇൻ ഫ്ലോ കൺട്രോൾ രണ്ട് അപ്രോച്ചസ് ആണ് യൂസ് ചെയ്യുന്നത്. ഫീഡ്ബാക്ക് ബേസ്ഡ് ഫ്ലോ കൺട്രോളും ഉണ്ട്, റേറ്റ് ബേസ്ഡ് ഫ്ലോ കൺട്രോളും ഉണ്ട്. പ്രോട്ടോകോൾസ്, റേറ്റ് ബേസ്ഡ് ഫ്ലോ കൺട്രോളിലെ പ്രോട്ടോകോൾസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നോയ്സ്ലെസ് ചാനലിലാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ഉപയോഗിക്കും. നോയ്സി ചാനൽസ് ആണെങ്കിൽ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ARQ, ഗോ ബാക്ക് ആൻഡ് ARQ, സെലക്റ്റീവ് റിപ്പീറ്റ് ARQ. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ഈ ഗോ ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോ ബാക്ക് എന്നിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നമ്മളൊരു സെൻഡർ ഒരു ഡേറ്റാനെ സെൻഡ് ചെയ്തു. അപ്പം അതിൽ സെൻഡ് ചെയ്ത സമയത്ത് ഒരു ഫ്രെയിം എന്ന് പറയുന്നത് നശിച്ചു പോവുകയോ അല്ലെങ്കിൽ മിസ്സായി പോവുകയോ ചെയ്തു പോയി. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ലാസ്റ്റ് അക്നോളജ്മെന്റ് കിട്ടിയതിന് ശേഷമുള്ള എല്ലാ ഫ്രെയിമുകളും ഒന്നും കൂടി റീട്രാൻസ്മിറ്റ് ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സപ്പോസ് ഒരു സെൻഡർ ഒരു റിസീവർ. ഓക്കെ, അപ്പം സെൻഡർ ആദ്യം എന്ത് ചെയ്തു, ഒരു ഡേറ്റ സെൻഡ് ചെയ്തു, ഫസ്റ്റ് ഡേറ്റ സെൻഡ് ചെയ്തു. അതിൻ്റെ തിരിച്ച് അയാൾ അക്നോളജ്മെൻറ്റ് തിരിച്ചയച്ചു. അതായത് എനിക്ക് ഡേറ്റ കിട്ടി എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു അക്നോളജ്മെൻറ്റ് തിരിച്ചയച്ചു. ശേഷം പിന്നെയും അയാളൊരു ഡേറ്റ സെൻഡ് ചെയ്തു, സെക്കൻഡ് ഡേറ്റ അല്ലെങ്കിൽ ഫ്രെയിം സെൻഡ് ചെയ്തു. അപ്പം അയാൾ പിന്നെയും തിരിച്ചയച്ചു, അതായത് എനിക്ക് ഡേറ്റ റിസീവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു അക്നോളജ്മെൻറ്റ് അയച്ചു. ഓക്കെ, തിരിച്ച് അയാൾ എന്ത് ചെയ്തു, പിന്നെയും ഒരു ഡേറ്റാനെ സെൻഡ് ചെയ്തു. അപ്പം ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് റിപ്ലൈ ഒന്നും വന്നില്ല എന്ന് വിചാരിച്ചു. അപ്പം സെൻഡർ അങ്ങ് ഒരു പർട്ടിക്കുലർ ടൈം ലിമിറ്റ് കഴിഞ്ഞപ്പോൾ ആ സെൻഡ് ചെയ്ത ആൾക്ക് റിസീവ് ചെയ്തു എന്നങ്ങ് വിചാരിക്കുക. അയാൾ അടുത്ത ഡേറ്റാനെ സെൻഡ് ചെയ്തു. അപ്പം അടുത്ത ഡേറ്റാനെ സെൻഡ് ചെയ്തപ്പം ഇയാൾ തിരിച്ചയച്ചു, എനിക്ക് അതായത് അയാൾ ഡേറ്റ 3 റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾക്ക് മൂന്നാമത്തെ ഡേറ്റ കിട്ടിയിട്ടില്ല അയാൾക്ക് അവിടെ. അപ്പോൾ അയാൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾക്കൊരു ലാസ്റ്റ് അക്നോളജ്മെന്റ് കിട്ടിയല്ലോ, ആ ലാസ്റ്റ് അക്നോളജ്മെന്റ് കിട്ടിയതിന് ശേഷമുള്ള ഇത്രയും ഡേറ്റ ഒന്നും കൂടെ അയാൾ എന്ത് ചെയ്യും, റീട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, ലാസ്റ്റ് അക്നോളജ്മെന്റ് കിട്ടിയതിന് ശേഷമുള്ള എല്ലാത്തിനെയും റീട്രാൻസ്മിറ്റ് ചെയ്യും. എവിടെ, ഗോ ബാക്ക് എൻഡിൽ. ഓക്കെ, ഇത്
നമ്മുടെ സെലക്റ്റീവ് റിജക്റ്റിലായിരുന്നെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണോ ലോസ് ആയത് അതിനെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, റീട്രാൻസ്മിറ്റ് ചെയ്യത്തുള്ളൂ. അതാണ് സെലക്റ്റീവ് റിജക്റ്റിൽ നടക്കുന്നത്. ഓക്കെ, അതാണ് ഇൻ ദിസ് മെത്തേഡ് if one frame is lost or damaged, all frames sent since last frame acknowledged are retransmitted. ലാസ്റ്റ് അക്നോളജ്മെന്റ് കിട്ടിയതിന് ശേഷമുള്ളതെല്ലാം റീട്രാൻസ്മിറ്റ് ചെയ്യും. പക്ഷേ സെലക്റ്റീവ് റിജക്റ്റ് ARQല് only the specific damaged or lost frame is retransmitted. Retransmitted frame will be out of sequence when it is received. Retransmitted frame അവിടെ എത്തുമ്പോൾ, റിസീവർ സൈഡിലെത്തുമ്പോൾ അതിൻ്റെ കറക്റ്റ് സീക്വൻസിലായിരിക്കത്തില്ല. പക്ഷേ എന്ത് ചെയ്യണം, ആ റിസീവിങ് ഡിവൈസ് വേണം അതിനെ കറക്റ്റ് സീക്വൻസിൽ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യണം. കറക്റ്റ് ഡാമേജ് ആയിപ്പോയ ആളുടെ സീക്വൻസ് നമ്പർ നോക്കിയിട്ട് കറക്റ്റ് പ്ലേസിൽ പ്ലേസ് ചെയ്യണം. അതാണ് സെലക്റ്റീവ് റിജക്റ്റിൽ. ആ സെലക്റ്റീവായിട്ട് റിജക്റ്റ് ആയി പോയ ആളിനെ മാത്രമേ റീട്രാൻസ്മിറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എ നോയ്സ്ലെസ് 3 kilohertz channel transmit bits with binary level signals. What is the maximum data rate? അപ്പം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇത് മിക്കവാറുള്ള എല്ലാ എക്സാമുകളിലും ചോദിക്കുന്നതാണ്. നമ്മൾ ഡേറ്റ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമ്മൾ 2 ഇക്വേഷൻ പഠിച്ചു വെക്കണം. നോയ്സ്ലെസ് ചാനലാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നിക്വസ്റ്റ് ബിറ്റ് റേറ്റ് എന്ന് പറയുന്ന ഫോർമുലയാണ്. അത് അവിടെ ബിറ്റ് റേറ്റ് കാണുന്നത് 2 × ബാൻഡ്വിഡ്ത്ത് × log L⁻²2 ആണ്. ഇവിടെ log 2⁻²2 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് 6000 ബിറ്റ്സ് പെർ സെക്കൻഡ് കിട്ടും. അപ്പം അതിനെ നമുക്ക് എന്താ 6000 ബിറ്റ്സ് പെർ സെക്കൻഡിനെ 6 കിലോ ബിറ്റ്സ് പെർ സെക്കൻഡ് നമുക്ക് എഴുതാം. ഓക്കെ, അങ്ങനെയാണ് 6 kbps വന്നിരിക്കുന്നത്. ഇനി മറ്റേ നോയ്സി ചാനൽ ഉപയോഗിക്കുന്നത് നമ്മൾ ഷാനോൺസ് കപ്പാസിറ്റി ഫോർമുലയാണ്. കപ്പാസിറ്റി കാണുന്നത് ബാൻഡ്വിഡ്ത്ത് × log 1 + SNR⁻²2 ആണ്. SNR എന്ന് വെച്ചാൽ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ആണ്. ചിലപ്പോൾ SNR പവർ ഓഫ് സിഗ്നലും പവർ ഓഫ് നോയ്സും ആണ് തരുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് SNR കണ്ടുപിടിച്ചിട്ട് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ SNR കാണുന്ന ഇക്വേഷൻ പവർ ഓഫ് സിഗ്നൽ ബൈ പവർ ഓഫ് നോയ്സ് ആണ്. ഈ 2 ഇക്വേഷൻ മസ്റ്റായിട്ട് പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വെൻ ആൻ ഇൻസ്ട്രക്ഷൻ ഈസ് റീഡ് ഫ്രം ദ മെമ്മറി ഇറ്റ് ഈസ് കോൾഡ്. അതായത് മെമ്മറിയിൽ നിന്ന് നമ്മളൊരു ഇൻസ്ട്രക്ഷൻ റീഡ് ചെയ്യുമ്പോൾ അതിനെ എന്താണ് വിളിക്കുന്നത് എന്നുള്ളതാണ്. മെമ്മറി റീഡ് സൈക്കിൾ, ഫെച്ച് സൈക്കിൾ, ഇൻസ്ട്രക്ഷൻ സൈക്കിൾ, മെമ്മറി റൈറ്റ് സൈക്കിൾ. നമുക്കറിയാം ഫെച്ച് സൈക്കിളാണ്. നമ്മൾ മെമ്മറിയിൽ നിന്ന് ഒരു ഇൻസ്ട്രക്ഷനെ എടുത്തുകൊണ്ട് വരുന്നതിനെ നമ്മൾ ഫെച്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മളൊരു ബേസിക് കമ്പ്യൂട്ടറിൽ ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ അതിന് 4 ഫേസസ് ആണുള്ളത്. ഫെച്ച് ഇൻസ്ട്രക്ഷൻ, അതായത് മെമ്മറിയിൽ പോയിട്ട് ആ ഇൻസ്ട്രക്ഷനെ എടുത്തുകൊണ്ട് വരിക, ആ ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യണം, അതിൻ്റെ എഫക്റ്റീവ് അഡ്രസ്സ് റീഡ് ചെയ്യണം, അതിനെ എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, ഫെച്ച് സൈക്കിൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഫെച്ച് സൈക്കിൾ നടക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. അതായത് CPU സെൻഡ് ദ കണ്ടന്റ്സ് ഓഫ് ദ പ്രോഗ്രാം കൗണ്ടർ ടു ദ മെമ്മറി അഡ്രസ് രജിസ്റ്റർ ആൻഡ് സെൻഡ്സ് എ റീഡ് കമാൻഡ് ഓൺ ദ അഡ്രസ് ബസ്. ഇൻ റെസ്പോൺസ് ടു ദ റീഡ് കമാൻഡ് ദ മെമ്മറി റിട്ടേൺസ് ദ ഡേറ്റ സ്റ്റോർഡ് ഇൻ ദ മെമ്മറി ലൊക്കേഷൻ ഇൻഡിക്കേറ്റഡ് ബൈ ദ പ്രോഗ്രാം കൗണ്ടർ ഓൺ ദ ഡേറ്റ ബസ്. ദ CPU copies the data from the data bus into its MDR. A fraction of seconds later, the CPU copies the data from the MDR to the instruction register to instruction decoding. Okay, the PC is incremented so that it points to the next instruction. This step prepares the CPU for the next cycle. അതായത് നമുക്കറിയാമല്ലോ, CPU എന്തെങ്കിലും ഒരു ഡേറ്റാന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് CPU എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രോഗ്രാം കൗണ്ടറിലാണ് അടുത്ത എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ഇരിക്കുന്നത്. ഓക്കെ, അടുത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് പ്രോഗ്രാം കൗണ്ടറിൽ ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം കൗണ്ടറിലുള്ള കണ്ടൻസ് നമ്മൾ എന്ത് ചെയ്യും, മെമ്മറി അഡ്രസ് രജിസ്റ്ററിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, റീഡ് കമാൻഡ് ആൻഡ് സെൻസ് എ റീഡ് കമാൻഡ് ഓൺ ദ അഡ്രസ് ബസ്. ഓക്കെ, ആ റീഡ് കമാൻഡ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ആ പാർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിൽ ഇരിക്കുന്ന ഡേറ്റ എന്ത് ചെയ്യും, ഡേറ്റാ ബസ് വഴി കിട്ടും. അതായത് CPU എടുക്കും. CPU എടുത്തിട്ട് എന്ത് ചെയ്യും, ആ ഡേറ്റാനെ അതിൻ്റെ MDRലേക്ക് മെമ്മറി ഡേറ്റ രജിസ്റ്ററിലേക്ക് കോപ്പി ചെയ്യും. എന്നിട്ട് ശേഷം CPU എന്ത് ചെയ്യും, ആ മെമ്മറി ഡേറ്റ രജിസ്റ്ററിൽ നിന്ന് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് ഡീകോഡിങ്ങിന് വേണ്ടിയിട്ട് ആ ഡേറ്റാനെ കൊണ്ടുവയ്ക്കും. ശേഷം പ്രോഗ്രാം കൗണ്ടർ അതിൻ്റെ വാല്യൂ ഒന്ന്, അതായത് അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണോ അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യും. ഓക്കെ, അതാണ് അവിടെ നടക്കുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
അതുകൊണ്ടാണ് ഫാസ്റ്റായിട്ട് പോയത്. അടുത്ത ക്വസ്റ്റ്യൻ, an HTML form is to be designed to enable purchase of office stationery. ഒരു HTML ഫോം ഉണ്ട്, അത് ഓഫീസ് സ്റ്റേഷനറി പർച്ചേസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് വയ്ക്കുകയാണ്. ഓക്കെ, റിക്വയർഡ് ഐറ്റംസ് ആർ ടു ബി സെലക്റ്റഡ്. ഈ കുറച്ച് റിക്വയർ ചെയ്യുന്ന ഐറ്റംസ് നമുക്ക് സെലക്ട് ചെയ്യണം. ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ആർ ടു ബി എൻറ്റേർഡ്. ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. ആൻഡ് ദെൻ സബ്മിറ്റ് ബട്ടൺ ഈസ് ടു ബി പ്രസ്ഡ്. ഇതിന് ശേഷം നമുക്ക് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ വുഡ് ബി അപ്രോപ്രിയേറ്റ് ഫോർ സെൻഡിങ് ദ ഡേറ്റ ടു ദ സെർവർ? ഇതിൽ ഏത് മെത്തേഡാണ് അപ്രോപ്രിയേറ്റ് എന്നാണ് ക്വസ്റ്റ്യന്. അസ്യൂം ദാറ്റ് ദ സെക്യൂരിറ്റി ഈസ് ഹാൻഡിൽഡ് ഇൻ എ വേ ദാറ്റ് ഈസ് ട്രാൻസ്പെറൻറ്റ് ടു ഫോം ഡിസൈൻ. ഓക്കെ, അപ്പം നമ്മൾ HTTP റിക്വസ്റ്റ്, ഓക്കെ, ഓപ്ഷൻസ് ഓൺലി ഗെറ്റ്, ഓൺലി പോസ്റ്റ്, എയ്തർ ഗെറ്റ് ഓർ പോസ്റ്റ്, നെയ്തർ ഗെറ്റ് ഓർ പോസ്റ്റ്. ഓക്കെ, ഇതിനകത്ത് PSC കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്ന് വെച്ചാൽ എയ്തർ ഓഫ് ഗെറ്റ് ഓർ പോസ്റ്റ് എന്നാണ്. അപ്പോൾ ഗെറ്റ് മെത്തേഡ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ് ടു റിക്വസ്റ്റ് ഡേറ്റ ഫ്രം എ സ്പെസിഫൈഡ് റിസോഴ്സ്. അതായത് ഒരു സ്പെസിഫൈഡ് റിസോഴ്സിൽ നിന്ന് ഡേറ്റ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ഡേറ്റാനെ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഗെറ്റ് മെത്തേഡ്. ഓക്കെ, വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ HTTP മെത്തേഡാണ് ഗെറ്റ് എന്ന് പറയുന്നത്. അടുത്ത പോസ്റ്റ് മെത്തേഡ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ടു സെൻഡ് ഡേറ്റ ടു എ സെർവർ ടു ക്രിയേറ്റ് അപ്ഡേറ്റ് എ റിസോഴ്സ്. അതായത് ഏതെങ്കിലും ഒരു റിസോഴ്സസിനെ ക്രിയേറ്റ് ചെയ്യുകയോ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സെൻറ്ററിലേക്ക് സെൻഡ് ചെയ്യുന്ന ആ ഒരു ഡേറ്റ സെൻറ്ററിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഗെറ്റും പോസ്റ്റും. ഇനിയും വേറെ കുറേ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. ഗെറ്റും പോസ്റ്റുമാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്, കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടിട്ടുള്ളത്. കൺസിഡർ ദ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ഇമെയിലും. ഓക്കെ, M1 സെൻഡ് ആൻ ഇമെയിൽ ഫ്രം എ മെയിൽ ക്ലയൻറ്റ് ടു എ മെയിൽ സെർവർ, ഡൗൺലോഡ് ആൻഡ്. അതായത് ഈ തന്നിരിക്കുന്ന ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസാണ് തന്നിരിക്കുന്നത്. M1 എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ക്ലയൻറ്റിൽ നിന്ന് മെയിൽ സെർവറിലേക്ക് ഒരു ഇമെയിൽ അയക്കാൻ വേണ്ടിയിട്ട്. M2 ഇമെയിൽ ഡൗൺലോഡ് ചെയ്യണം ഫ്രം മെയിൽ ബോക്സ് ടു എ മെയിൽ ക്ലയൻറ്റ്. M3 ചെക്കിംഗ് ഇമെയിലിനെ വെബ് ബ്രൗസർ. അപ്പം which of the application layer protocol is used in each activity? അതായത് ഇതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോക്കോൾസ് ഏതൊക്കെയാണെന്ന ക്വസ്റ്റ്യന്. ഓപ്ഷൻസ് കുറേ ഉണ്ട്. ഓപ്ഷൻസിൻ്റെ അതിൽ ഫസ്റ്റ് HTTP തന്നിട്ടുണ്ട്, SMTP. അപ്പം ഇതെല്ലാം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോക്കോൾസ് ആണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ C ആണ്, SMTP, POP, HTTP. അപ്പോൾ SMTP എന്ന് വെച്ചാൽ നമുക്കറിയാം മെയിൽ അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. യൂസ്ഡ് ബൈ യൂസർ ക്ലയൻറ്റ്സ് ഫോർ സെൻഡിങ് മെയിൽസ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അടുത്തത് POP ആണ്, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ ഈസ് യൂസ്ഡ് ബൈ ക്ലയൻറ്റ്സ് ഫോർ റിസീവിങ് മെയിൽസ്. അതായത് മെയിൽസ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് POP. HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് വെച്ചാൽ ചെക്കിംഗ് മെയിൽസ് ഇൻ വെബ് ബ്രൗസർ ഈസ് എ സിമ്പിൾ HTTP പ്രോസസ്. നമ്മൾ ജസ്റ്റ് മെയിൽ വെബ് ബ്രൗസർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നതിന് HTTP ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലിയ ടഫായിട്ടൊക്കെ തോന്നും, പക്ഷേ ഓപ്ഷൻസ് ഒക്കെ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോക്കോൾസ് എല്ലാം തന്നെ നോക്കണം. അടുത്തത് DES എൻക്രിപ്റ്റ്സ് ഡേറ്റ ഇൻ ബ്ലോക്ക് സൈസ് ഓഫ് ഡാഷ് ബിറ്റ്സ് ഈച്ച്. ആൻസർ എന്ന് പറയുന്നത് 64 ആണ്. ഓക്കെ, അതിൻ്റെ അകത്ത് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് DES സ്റ്റാൻഡ്സ് ഫോർ ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്. നമ്മുടെ ക്രിപ്റ്റോഗ്രഫിയിലുള്ളൊരു ഇതാണ്, ടോപ്പിക്കാണ്. ഇറ്റ്സ് എ സിമെട്രിക് കീ ബ്ലോക്ക് സിഫർ, ടേക്സ് എ പ്ലെയിൻ ടെക്സ്റ്റ് ഇൻ 64 ബിറ്റ് ബ്ലോക്സ് ആൻഡ് കൺവേർട്സ് ദം ഇൻ ടു സിഫർ ടെക്സ്റ്റ്. പ്ലെയിൻ ടെക്സ്റ്റിനെ 64 ബിറ്റ്, അതായത് 64 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റിനെ എന്തായിട്ട് മാറ്റും? സിഫർ ടെക്സ്റ്റ് ആയിട്ട് മാറ്റും യൂസിങ് 48 ബിറ്റ് കീസ്. 48 ബിറ്റ് കീസ് ഉപയോഗിച്ചിട്ടാണ് അതിനെ എന്തായിട്ട് മാറ്റുന്നത്? സിഫർ ടെക്സ്റ്റ് ആയിട്ട് മാറ്റുന്നത്. ആ 48 ബിറ്റ് കീസ് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, എന്ന് വെച്ചാൽ വിച്ച് ഈസ് ട്രൂ ഫോർ എ ടിപ്പിക്കൽ റിസ്ക് ആർക്കിടെക്ചർ. ഇതിൻ്റെ ഓപ്ഷന് കൊടുത്തിട്ടില്ല, ഇത് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിരുന്നു. മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് ഇൻസ്ട്രക്ഷൻ takes multiple clock cycles, have few registers in CPU, emphasis on optimizing instruction pipelines. അപ്പം നമ്മൾ എല്ലായിടത്തും കാണുന്നതാണ് സിസ്കും റിസ്ക്കും. റിസ്ക് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് റിസ്കിൻ്റെയും സിസ്കിൻ്റെയും ഡിഫറൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സിസ്കും റിസ്ക്കും ഓക്കെ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ നമ്മൾ പഠിക്കുന്നതാണിത്. സിസ്കും റിസ്ക്കും കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിലൊക്കെ പഠിക്കുന്നതാണ്. ഓക്കെ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലല്ല, കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ പഠിക്കുന്നതാണ്. ഓക്കെ, സിസ്കും റിസ്ക്കും ജസ്റ്റ് നോക്കി വെച്ചേക്കുക. ഇനിയും കുറേ ഡിഫറൻസസ് ഉണ്ട്, ജസ്റ്റ് അത് നോക്കി വയ്ക്കുക.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എ ടോപ്പ് ടു ബോട്ടം റിലേഷൻഷിപ്പ് എമംഗ് ദ ഐറ്റം ഇൻ എ ഡേറ്റാബേസ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ എ ഓപ്ഷൻസ് ഹൈറാർക്കിക്കൽ സ്കീമ, നെറ്റ്വർക്ക് സ്കീമ, റിലേഷണൽ സ്കീമ, ഓൾ ഓഫ് ദി എബോവ്. ഈ സ്കീമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ ഡിസൈൻ ഓഫ് ദ ഡേറ്റാബേസിനെയാണ് പറയുന്നത് സ്കീമ എന്ന്. The data is organized into a tree-like structure and the data is stored as records which are connected to one another through links. അപ്പം നമ്മൾ ഈ ലെവൽസ് ഓഫ് സ്കീമയും അതൊക്കെ നമ്മൾ ഡേറ്റാബേസിൽ പഠിക്കണം. കാരണം +2 കമ്പ്യൂട്ടർ സയൻസ് ടെക്സ്റ്റിൽ അതൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പിന്നീട് അത് നോക്കാം എന്താണ് സ്കീമ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, ഇൻ എ GSM സിസ്റ്റം BTS ആൻഡ് BSC ബേസ് സ്റ്റേഷൻ കമ്പ്യൂട്ടർ ടുഗദർ ഫോം ഓപ്ഷൻസ് നെറ്റ്വർക്ക് സബ്സ്റ്റേഷൻ, ബേസ് സബ്സ്റ്റേഷൻ, മെയിൻ്റനൻസ് സബ്സ്റ്റേഷൻ, ഓപ്പറേഷണൽ സബ്സിസ്റ്റം. ഓക്കെ, ഇതിൻ്റെ ഓപ്ഷൻ ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റമാണ്. BTS ആൻഡ് BSC ടുഗദർ ഫോം. ഓക്കെ, അതും പഠിക്കേണ്ടതാണ്. നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്സിലുള്ള ഒരു ടോപ്പിക്കാണ്. അത് നമുക്ക് നോക്കാം. പിന്നെ മൊബൈൽ ഫോൺ ഇൻ റോമിംഗ് ഈസ് രജിസ്റ്റേർഡ് ഇൻ, അതായത് നമ്മുടെ മൊബൈൽ ഫോൺ റോമിങ്ങിലായിരിക്കുമ്പോൾ അത് ഏത് ഇതിൻ്റെ ഇടയിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വിസിറ്റേഴ്സ് ലൊക്കേഷൻ രജിസ്ട്രി ഓഫ് അനദർ മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ ആയിരിക്കും ആൻസർ. ഓക്കെ, സെയിം മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ അനദർ മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ ആയിരിക്കും. നമ്മൾ റോമിങ്ങിലായിരിക്കുമല്ലോ, നമ്മൾ ആ പർട്ടിക്കുലർ സ്റ്റേഷനിലല്ലായിരിക്കുമല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇൻ എ പൈക്കോനെറ്റ് ദെയർ ക്യാൻ ബി അപ് ടു ഡാഷ് പാർക്ക്ഡ് നോട്ട്സ് ഇൻ ദ നെറ്റ്. ഓക്കെ, 255 ആൻസർ. നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടായിരുന്നു വാട്ട് ഈസ് പൈക്കോനെറ്റ് എന്നുള്ളത്. അപ്പം ഇത് ബ്ലൂടൂത്തിൻ്റെ സെക്ഷനിൽ വരുന്നതാണ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്റർകണക്റ്റഡ് കളക്ഷൻ ഓഫ് പൈക്കോനെറ്റിനെ നമ്മൾ സ്കാറ്റർനെറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ബ്ലൂടൂത്തിൽ അപ് ടു 8 ഡിവൈസസ് വരെ കണക്ട് ചെയ്യുമെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് പൈക്കോനെറ്റ്. 2ൽ കൂടുതൽ പൈക്കോനെറ്റ്സ് ചേരുന്നതാണ് സ്കാറ്റർനെറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ബ്ലൂടൂത്ത് ഈസ് എ വയർലെസ് ടെക്നോളജി ഫോർ പാൻ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കാണ്. വയർലെസ് ടെക്നോളജി ഫോർ പാൻ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഫ്രീക്വൻസി ഹോപ്പിംഗ് സ്പ്രെഡ് സ്പെക്ട്രമാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ബാൻഡ്, ഓപ്പറേറ്റിംഗ് ബാൻഡ് എന്ന് വെച്ചാൽ 2.4 GHz ISM ആണ്. അതേപോലെ ബ്ലൂടൂത്ത് പോയിന്റ് ടു പോയിന്റ് കണക്ഷൻസും പോയിന്റ് ടു മൾട്ടി പോയിന്റ് കണക്ഷൻസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്കാറ്റർനെറ്റിന് മാക്സിമം 10 പൈക്കോനെറ്റ്സിനെ വരെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ബ്ലൂടൂത്ത് എന്തായാലും നോക്കണം, കാരണം ബ്ലൂടൂത്തിൽ നിന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എക്സാമുകൾക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മിനിമം നമ്പർ ഓഫ് NAND ഗേറ്റ് ടു ഇംപ്ലിമെൻറ്റ് XOR ഫംഗ്ഷൻ. എത്ര മിനിമം നമ്പർ ഓഫ് NAND ഗേറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് XOR ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും? 4 NAND ഗേറ്റ്സ്. ഓക്കെ, അതിൻ്റെ ഡയഗ്രാമാണ്. NAND ഗേറ്റ്, NOR ഗേറ്റ്, അതെല്ലാം നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അത് നമ്മൾ നോക്കും. അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ അതും വർക്കൗട്ട് ചെയ്യും. A circuit in which connections to both and or arrays can be programmed is called. ഓക്കെ, ആൻഡ് മോർ അറേയ്സ് നമുക്ക് പ്രോഗ്രാം ചെയ്യുന്നതിൽ ഏതിലാണെന്നാണ്? PLA ആണ്. പ്രോഗ്രാമബിൾ ലോജിക് അറേയിലാണ് നമ്മൾ ചെയ്യുന്നത്. PAL എന്താണെന്ന് നോക്കാം. പ്രോഗ്രാമബിൾ അറേ ലോജിക്കാണ് PAL, കൺസിസ്റ്റിംഗ് ഓഫ് പ്രോഗ്രാമബിൾ ആൻഡ് ഗേറ്റ്സ് ആൻഡ് ഫിക്സഡ് ഓർ ഗേറ്റ്സ് ഫോർ പ്രോഗ്രാമബിൾ ലോജിക് ഫങ്ഷൻസ്. ഓക്കെ, Programmable logic array is a type of fixed architecture logic device with programmable AND gates followed by programmable OR gates used to implement complex combinational circuits. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ ഫിക്സഡ് OR gates ആണ്, പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? പ്രോഗ്രാമബിൾ OR gates. പ്രോഗ്രാമബിൾ AND ഗേറ്റ്സും പ്രോഗ്രാമബിൾ OR ഗേറ്റ്സും ആണ്. ഇവിടെ AND ഗേറ്റ്സ് പ്രോഗ്രാമബിൾ ആണ്, പക്ഷേ OR gates എന്ന് വെച്ചാൽ ഫിക്സഡ് ആണ്. അതാണ് ഡിഫറൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് ഡിപ്പെൻഡൻസീസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യാം. തൽക്കാലം നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇതെന്ന് പറയുന്നത് നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് നോക്കേണ്ട സെഷനാണ്. അതായത് നോർമലൈസേഷൻ, ഡേറ്റാബേസിലെ നോർമലൈസേഷൻ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. നോർമലൈസേഷനിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഞാൻ 2-3 ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ നോർമലൈസേഷൻ നന്നായിട്ട് നോക്കണം. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.